ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ. Yes. ഇന്നത്തെ എപ്പിസോഡ് വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡാണ്. അത് ടെക്നിക്കലി ടു ഗുഡ്. പല സംഭവങ്ങളും കേട്ടോ, കട്ടിങ്സ് കൊണ്ടും എല്ലാം കൊണ്ടും ഷോട്ടുകൾ കൊണ്ടും വളരെ മികച്ച ഫ്രെയിമുകൾ കൊണ്ട് അർത്ഥവത്തായിട്ടുള്ളൊരു എപ്പിസോഡ്. ഗംഭീരമായിട്ടുള്ള സാധനം. പിന്നെ തന്തല്ലായ്മ അധികം കാണിച്ചിട്ടില്ല. സ്ഥിരം അവരുടെ ശൈലി അതാണ്. പിന്നെ അതായത് മനഃപൂർവ്വം താറടിച്ച് കാണിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സൂപ്പർ സാധനമായിരുന്നു. എന്താണെങ്കിലും രാവിലെ തന്നെ എന്താ അംബാനി പരമ്പര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോങ് കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് അധികം അങ്ങ് കടന്നു പോകണ്ടല്ലോ. ഞാൻ അല്ലെങ്കിലും കടക്കൂല. എനിക്ക് ആ ലൈനിന്റെ അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അംബാനി പരമ്പര വേറെ എന്താന്നുള്ളത് എനിക്കൊന്നും മനസ്സിലായില്ല. ആണെങ്കിലും നല്ല രസമുള്ള പാട്ട്. നന്നായിട്ട് ഡാൻസ് കളിക്കണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. വലിയ കുഴപ്പമില്ലാണ്ടേ കുറെ നാളുകൾക്ക് ശേഷം ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഷാനവാസ് ഒരു രക്ഷയില്ല ഡാൻസ് പോട്ടെ. എന്താ ഇന്നലത്തെ ലൈവില് ഷാനവാസ് ഇന്നലെ എന്തോ പൊട്ടം കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഊട്ടുക്കത്തെ കോമഡിയും പൊട്ടം കടിച്ച കോമഡി ചില സമയങ്ങളിൽ അങ്ങനെ അതായത് ഇങ്ങനെ സീരിയസ് ആയിട്ട് നടക്കുന്ന ആള് ഒരു പൊട്ടം കടിക്കുമ്പോഴേക്കും വേറൊരു രീതിയിലായി മാറുക. ഇത് മിത്താട്ടോ, ആരും വിശ്വസിക്കണ്ട. മിത്തല്ലാത്ത എന്ത് കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാന്ന് കേൾക്കാം. ബാക്കിയുള്ള എല്ലാം അവിടെ നടന്നതാണ്. നീ കണ്ടോ പൊട്ടം കടിച്ചത്? ഞാൻ കണ്ടു. ആരാ? അനീഷാണ് കടിച്ചത്. മിത്ര കടിച്ചോ? പൊട്ടനല്ലാതെ പിന്നിൽ നിന്ന് മിത്രം കടിച്ചോ? ഓക്കെ. എന്താണെങ്കിലും അതിനുശേഷം ആദിലയും അനീഷും തമ്മിലുള്ള സംസാരമാണ് കാണിച്ചത്. അപ്പൊ അനീഷിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്റെ ശോകമായി പോയിക്കൊണ്ടിരുന്ന എന്റെ ജീവിതം കളർഫുൾ ആയത് ഇപ്പോഴാണെന്ന് പറഞ്ഞു. അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആൾക്കാരുണ്ടെന്നുള്ളത് തോന്നല് വന്നത് ഇപ്പോഴാണ്. ഞങ്ങൾ കാണാറുണ്ട് ആ ഒരു കളറ്. ഞങ്ങൾ കാണാറുണ്ട്. രാവിലെ തന്നെ മരുന്നിട്ട് വെച്ച് നടക്കുകയായിരുന്നു. അതായത് അനീഷ് കണ്ട കളർ എത്രയാന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതോ ഒരു കളർ കണ്ടിട്ടുണ്ട് തോന്നുന്നു. ഒരു കളർ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇത് സംസാരിക്കുന്ന ആദിലയോടാണല്ലോ. ആദില മഴവില്ല് കളർ കാണുന്ന ആളാ. എന്നോടോ ബാല കളറിനെ കുറിച്ച് പറഞ്ഞത് കളർഫുൾ ആയിട്ട് മാറിയത് അതിനുശേഷം കാണിക്കുന്നതാണ് കളർഫുൾ ആയത്. ശരിക്കും കളർഫുൾ ആയിരുന്നു. അനുമോളും അനീഷും കൂടി ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നു. അനീഷ് പ്രപ്പോസ് ചെയ്യുന്നു. അനുമോളെ ലവ് അല്ല, വിവാഹം. എന്നാ നമുക്ക് വിവാഹം കഴിക്കാം എന്നാണ് ചോദിച്ചത്. അനുമോളെ അതേ പറഞ്ഞ ആ പറഞ്ഞു. രണ്ടെണ്ണം ഉള്ളൂ, അത് അതിൽ കൂടുതൽ പറഞ്ഞു തന്നു. പിന്നെ കുറെ നേരം ഫുള്ള് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ആള്. അതായത് ബാക്കിയായിട്ട് ഇതങ്ങോട്ട് കേട്ട ആ സമയത്തെ പക്ഷെ വളരെ മികച്ച രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു കേട്ടോ. അതൊരു സമ്മതിക്കാനോ. കാരണം ഒറ്റടിക്ക് നോ എന്ന് പറഞ്ഞ റിജക്ട് ചെയ്തില്ല. എന്നാൽ പറയുന്നത് നോയാണ്. അതെ, അത് നല്ല രീതിയിലാണ് അത് സംസാരിച്ച് പറഞ്ഞത് കേട്ടോ. പിന്നെ എല്ലാ വർഷവും അത് അനീഷിന്റെ ഗെയിമിനെ കുറിച്ച്, അനീഷിന്റെ പുറത്തുനിന്ന് സംഭവിക്കുന്നത്, പിന്നെ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെങ്ങനെ എടുക്കും, അയാളുടെ ഫാൻസ് എങ്ങനെ എടുക്കും, അത് ഏതൊക്കെ രീതിയിൽ പോകും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള രീതിയിൽ വളരെ മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്തു. അതാണ്, അത് തന്നെ വലിയൊരു കഴിവാണ്. അതെ, എന്താണെങ്കിലും അതങ്ങോട്ട് കേട്ടതും അനീഷ് എണീറ്റങ്ങ് പോയി. വളരെ മോശം. മറ്റേ വീർപ്പിച്ച് വെച്ചിട്ട് ഒറ്റ പോക്ക്. അതായത് ആള് രാവിലെ ആദിലയോട് പറഞ്ഞില്ലേ ഒരു കളർ ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ കളർ ഡാർക്കായി, ഫുള്ള് ഇരുട്ടായി, കണ്ണില് മൊത്തം ഇരുട്ട് കയറി. ആ കളർഫുൾ ആയിട്ട് മാറിയിട്ടേ ഫുള്ള് ബ്ലാക്ക്. ഞാൻ ഇന്നലെ ചിരിച്ചൊരു നിമിഷമുണ്ട്. ആള് നേരെ പോയി. അതായത് നല്ല ഇരുട്ട് കയറിയിട്ട് ആകെ എന്തെനി ചെയ്യണ്ടെന്നുള്ളത് അറിയാതെ നേരെ പോയി എവിടെയും പോയി അങ്ങ് വാവിട്ട് കരയാതെ കരുതിയിട്ടുണ്ട് തോന്നുന്നു. അതിൽ ശരിയായ രീതിയിൽ പറ്റിയില്ല. നേരെ കിച്ചണിൽ എന്നാ പെട്ടത്. അപ്പൊ എന്തത് 4-5 സവാള എടുത്തങ്ങോട്ടായിരിക്കും. അതാകുമ്പോ കണ്ണീര് വന്നാലും ആരും അറിയില്ലല്ലോ. ഇത് ഇതാന്ന് ഉള്ളി അരിയുമ്പോ കണ്ണ് അറിയുന്നതാണല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ. അത് മിത്തല്ലല്ലോ. അത് റിയാലിറ്റിയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ആള് നേരെ പോകുന്നു കിച്ചണില്, സവാള എടുക്കുന്നു, സവാള ഗിരി 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 സവാള ഗിരി 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 എന്നിട്ടിങ്ങനെ. അപ്പൊ അതില എന്താ അനീഷേട്ടോ എന്താ പറ്റിയത്? അപ്പൊ നെവിനും എന്താണ് അനീഷേട്ടാ, എന്താണ് ആകെ ഡൗൺ ആണല്ലോ. അപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ അതില പറയുന്നുണ്ട് ഉള്ളി അരിഞ്ഞങ്ങ് സുഖിച്ചു പോയി, ശീലിച്ചു പോയതാന്ന് പറയുന്നുണ്ട്. ഈ കാര്യം ആദിലനോട് പറയുന്നുണ്ട് കേട്ടോ അനുമോള്. അത്രയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സീരിയസ് ആയി. അനുമോൾക്ക് ഇത് ആരോടും പറയാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നിട്ട് അവസ്ഥ പിന്നെ ഇതാരോടെയും തുറന്നു പറയാൻ പറ്റണ്ടേ? നമ്മൾ ഇന്നലെ ഇതിന്റെ 2 വീഡിയോ ചെയ്തതാണ്.
ശരിക്ക് ആക്ച്വലി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, അനീഷ ചെയ്ത ചെറ്റത്ര ഉണ്ടല്ലോ, ആ എണീറ്റ് പോയൊരു കാര്യം വളരെ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുസരിച്ചുള്ള രീതിയിൽ പ്രതികരിക്കണമായിരുന്നു. ആ രീതിയിലല്ല അനീഷ അത് കൈകാര്യം ചെയ്തത്. ഓക്കെ, ആ സമയത്ത് അനുമോളെങ്ങാനും കാട്ടക്കലിപ്പായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവിടെ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഷിയാസ് കരീം വന്നപ്പോഴും കുടുംബം വന്നപ്പോഴും എന്റെ കുഞ്ഞിപ്പെങ്ങളാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ആളാണ് അനീഷ്. മനസ്സിലാവുന്നുണ്ടോ? അവരോട് ഇങ്ങനെ പൂക്കി ലെവലിൽ നമ്മളിങ്ങനെ ഫണ്ണായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആളിത് സീരിയസ് ആയിട്ട് വേറെ രീതിയിൽ അതിനെ ആംഗിളിലൂടെ കാണുന്നു എന്നുള്ളത് അനുമോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ വളരെ ദേഷ്യപ്പെടാനുള്ള ഒരു കാരണമാണ്. പിന്നെ ആ കാരണമായിട്ട് ഈ ദേഷ്യം അനീഷ് കാണിച്ചതുപോലെ അനുമോളെങ്ങാനും അവിടെ നിന്ന് കാണിച്ചിരുന്നെങ്കിൽ അനീഷ് അവിടെ നിന്ന് ഉരുകിയിട്ട് അവിടെ തന്നെ ഒരു കുഴി കുഴിച്ചിട്ട് നേരെ കടന്നിട്ട് മണ്ണിട്ട് മൂടുക. ഇതേ അനീഷിന് വഴി ഉണ്ടായിരുന്നു. എന്തായിരിക്കും സംഭവിക്കുക? ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മോശാന്നേ. അത്രയും അങ്ങനെ കാര്യമായിട്ട് കൊണ്ട് നടന്നിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു എന്ന് പറയുമ്പോഴേ ഇതെന്തറിയോ, ഇങ്ങനെ പറഞ്ഞതോ കാര്യങ്ങളോ ഇതൊന്നും തെറ്റല്ല, പ്രശ്നമല്ല. പക്ഷെ ഈ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ആൾറെഡി ഇതിപ്പോ നടന്നു കഴിഞ്ഞു. നമ്മളിപ്പോ അതായത് പാസ്റ്റിലെ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് അനീഷ് ഈ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അത് നമ്മൾ വെറുതെ പറയുന്നല്ലോ, മിത്തല്ലല്ലോ, അത് നടന്നതല്ലേ. അപ്പോ ആ സംഭവം അതുപോലെ എങ്ങാനും അനുമോള് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും രണ്ട് ചീത്തയൊക്കെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ ഇരുന്ന് ഒരുക്കി നേരെ ചിലപ്പോ വല്ല കയറോട് കെട്ടിത്തൂങ്ങും അനീഷ്. അത് അനുമോളുടെ ക്യാരക്ടർ ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും ആ രീതിയിൽ കൈകാര്യം ചെയ്തത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നൂറനോടും ആദിലിനോടൊക്കെ അനുമോൾ തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഇവരെല്ലാരും അത് പറയുന്നത് പിന്നീട് സംസാരിക്കാം എന്നുള്ള രീതി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് തമ്മിലുള്ള ഈ ഒരു കാരണത്തിന് ഇത് ഇത് വലിയ വിഷയമാണ്. അതിന്റെ വിഷയിൽ കുടുങ്ങിയതാണ്. പിന്നെ അത് വിഷമാണ്, അതിൽ കുടുങ്ങിയതാണ് വിശകലനം. എന്റെ മനസ്സിലും വിഷമാണ്, അതുകൊണ്ടാണ് അവിടെ കുടുങ്ങിയത്. ഇപ്പൊ വിശകലനത്തിലേക്ക് എത്തി. വിശകലനം നടത്തുന്നുണ്ട് കേട്ടോ അവര്. അതായത് ഒന്ന്, ഇവരുടെ ഫണ്ണായിട്ടുള്ള പല പ്രവർത്തികളും ആള് സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളത് ആദിലയും നൂറയും പറയുന്നുണ്ട്, അനുമോളും പറയുന്നുണ്ട്. പിന്നെ അത് ഫണ്ണായിട്ടായിരുന്നു എന്നുള്ളതും ആൾക്കത് മനസ്സിലായില്ല എന്നുള്ളതും ആള് ഇത് ഇന്ന് തുടങ്ങിയതല്ലെന്നും കുറച്ച് മുൻപേ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഇവര് വിലയിരുത്തുന്നുണ്ട്. അതും ഇവര് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് അനീഷ് വന്നിട്ട് പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവര് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ കുളിച്ചിട്ട് വരാട്ടോ, ഞാൻ ചായ കുടിച്ചിട്ട് വരാട്ടോ, ഞാൻ ചോറിണ്ടിട്ട് വരാട്ടോ, അങ്ങനത്തെ ഒരു സാധനം അനീഷ് അനുമോളോട് സംസാരിക്കാറുണ്ടായിരുന്നു. അനുമോൾ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അതും എന്താ പറയാ, ഇതൊക്കെ കൂടി കേട്ട് കഴിയുമ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് അമ്പോ അയാള് കയ്യിൽ നിന്ന് പോണ അവസ്ഥയിലാണല്ലോ എന്നുള്ള സാധനം മനസ്സിലാവുന്നത്. അതില് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഓ ഇപ്പൊ പുറത്ത് അനുമോളാർമിയും അനീഷാർമിയും തമ്മിൽ കൊളാബായിട്ടുണ്ടാവും. എന്താ സാധനം, അതൊരു സത്യമല്ലേ. ഇന്നലെ കിഡിലൻ ഒരുപാട് കൗണ്ടറുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ദിവസം. അതായത് എപ്പിസോഡ് കണ്ട ബോറടിക്കില്ല, അത്ര രസമായിട്ടാണ് എപ്പിസോഡ്. പരിപാടി, ഒരു നെഗറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാവരും ഫുൾ വൈബ് ഓണാണ്. ആകെ അക്ബർ മാത്രമാണ് നെഗറ്റീവ് അടിച്ച് വേറെ രീതിയിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇന്നലെ എപ്പിസോഡില് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നല്ല ലവ് ട്രാക്കും അതിന്റെ വേറെ അതായത് ഉപ കഥാപാത്രങ്ങൾ വരുന്നു. മെയിൻ കഥാപാത്രം അനുമോള്, അവിടെ നായകൻ അപ്പുറത്ത് അനീഷായിട്ട്. അനീഷിന് പക്ഷെ റോള് കഴിഞ്ഞു പോയി. പക്ഷെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അനുമോള് എന്നുള്ളതാണ് ഇന്നലത്തെ എപ്പിസോഡ് മൊത്തം. ഇതിന്റെ മൊത്തം തീം അതാ. അപ്പോ ആളെ മറ്റുള്ളവരെ വിളിക്കുന്നതും അതിലൂടെ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളും ഇതൊക്കെ മികച്ച ഫ്രെയിമുകളും മികച്ച പ്രോപ്പർട്ടികൾ യൂസ് ചെയ്തിട്ടുള്ള പരിപാടികളും ഗംഭീര സാധനം. പിന്നെ ഉണ്ടാക്കി ഓരോ ചുമകളും മറ്റേ ഡോറ് തുറന്ന് അച്ഛണ്ടാക്കി വിളിക്കുന്നതും അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുള്ള എപ്പിസോഡ്. അപ്പൊ ഓരോ കഥാപാത്രങ്ങളും വന്നു പോകുന്നുണ്ട് ഇതിന്റെ അടിയിലൂടെ. ഇതില് ഒരു കഥാപാത്രം മാത്രമല്ല, അക്ബർ ആളവിടെ റാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ലാലേട്ടൻ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണേ. അതിന് മുമ്പത്തെ രാത്രിയില് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടനോട്, അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ പാടാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോഴും അതില് പിടിച്ച് നിക്കുക. പാട്ടുകാരനല്ലടാ, പിന്നെ പാട്ടിലല്ലാണ്ട് പിന്നെ വേറെ എന്തെങ്കിലും പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും. ശരിയാണ്, ചിന്തിക്കണ്ടേ? ശരിയാണ്. എന്താണെങ്കിലും ഈ സംഭവത്തിന് ശേഷം ആദിലയും അനുവും നൂറയും കൂടി ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഇവര് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം ഉണ്ടല്ലോ, അതായത് സേഫ് ഗെയിം അല്ല സേഫ്
ഈ സേഫിലാണ് കുടുങ്ങിയിട്ടുള്ളത്. ഞാൻ വിഷത്തിലാണെങ്കിൽ നീ എവിടെയോ ഒരു പ്രശ്നത്തിലാണ്. ഞാൻ സേഫായി. സേഫ് ആവണം. ശ്രദ്ധിച്ചോ അതായത് എന്നെ ശ്രദ്ധിച്ചോ, എന്നാ നീ സേഫ് ആവും. അതായത് അനുമോളുടെ എന്ത് കണ്ടിട്ടായിരുന്നടാ പുറകെ കിടന്നെന്നാ പറഞ്ഞോണ്ടിരുന്നത്? അതെനിക്കറിയില്ല എന്ത് കണ്ടിട്ടാന്ന്. അതിലെ നൂറേ വൃത്തിയായിട്ട മൈൻഡും കൊണ്ട് വന്നിരിക്കാം രാവിലെ തന്നെ. അല്ല, നിനക്ക് സേഫ് ആവണമെങ്കിൽ എന്നെ ശ്രദ്ധിച്ചാ മതി. നിന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മിക്കവാറും നാട്ടുകാർ അടി കൊണ്ട് ചാവേണ്ടി വരും. പറ, എന്ത് കണ്ടിട്ടായിരുന്നു എന്ന് പറഞ്ഞ? അനുമോളുടെ അതിലെ നൂറേം എന്ത് കണ്ടിട്ടാ പുറകെ നടന്നെന്ന് പറഞ്ഞ ഫെയിം. ഈ പണ്ടാരൊക്കെ ആണല്ലോ കിട്ടാത്ത. പക്ഷെ എന്റെ ഡേർട്ടി മൈൻഡ് വേറെ എവിടേക്ക് എങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തെ കുറിച്ച് അവര് വീണ്ടും ഇരുന്ന് ചർച്ച ചെയ്ത് അത് തീരുമാനമാക്കി കിട്ടും. പക്ഷെ ഇത് തീരുമാനമാക്കി കഴിഞ്ഞാൽ അനുമോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അതില് നൂറേനോട് പറയാണ് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മളോട് അനീഷിന്റെ കാര്യം പറഞ്ഞു, അനീഷേട്ടന്റെ കാര്യം വന്ന് പറഞ്ഞത്. അവൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളെ തെരഞ്ഞെടുക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് അത് പറയൂലായിരുന്നു. പിന്നെന്താ, അതായത് ആരും ഇല്ലാത്തവർക്ക് സംസാരിക്കാനുള്ള ആൾക്കാരാണല്ലേ നമ്മള് എന്നുള്ള രീതിയിൽ അത് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത സംഭവല്ലേ. അത് മാത്രല്ല ചെറ്റത്രല്ലേ ഇവർക്ക് എങ്ങനെയാണ് ഇതിനെടുക്കുന്നത്. അതായത് അക്ബർ തുടക്കം മുതലേ അനുമോട് ഗ്രഡ്ജ് വെച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ എങ്കിലും ഇത്രയും ശത്രുതയും ഇത്രയും വിഷം അക്ബറിന്റെ ഉള്ളിലില്ല അനുമോട്. ഇവർക്ക് എന്താണ് കൂടെ നടക്കുന്ന ഇവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പറയുന്ന സാധനം കണ്ടില്ലേ, ആദ്യം പറയുന്നുണ്ട് ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടാട്ടോ ആ സമയത്തൊക്കെ നിന്നോട് അങ്ങനെ സംസാരിച്ചതെന്ന് പറയുന്നത്. പക്ഷെ നൂറ പറഞ്ഞു കേട്ടോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ വെച്ച് തന്നെ കുത്തി പറയും, എന്റെ സ്വഭാവം അതാണെന്ന്. എന്തൊരു അത് എന്ത് ഡീസന്റ് ആയിട്ടാ പറയണെന്ന് അറിയാം. പറയുമ്പോ സീക്രട്ട് ടാസ്ക് കൊടുത്തില്ലേ ആര്യനെ ആദ്യം തെരഞ്ഞെടുത്തത് അക്ബറിനെയാണ്. അപ്പൊ അക്ബർ മാറിയിട്ടേ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്, അല്ലാതെ ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ എന്നോടുള്ള വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ എന്നോട് പറയണമെന്ന് കരുതിയിട്ടല്ല അങ്ങനെ എന്നുള്ള ലെവലില് അക്ബർ ചിന്തിച്ച അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ഇതും. സത്യം. അതായത് ഈ സീസണിൽ അനുമോള് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അതും ആരിൽ നിന്ന് എന്നുള്ളത് കൂടി നോക്കണം. അതാണ് ഒരു ആരിന്റെ നിന്നാണെങ്കിൽ അത് ചീള് കേസ് എന്നുള്ള ലെവലാവും. ഇത് അനീഷിന്റെ അതല്ലടാ, ശരിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം കൂടിയാ, ഈ ഒരു സീസണിൽ ഇത്രയും അനുഭവിച്ച വേറൊരു മത്സരാർത്ഥി ഉണ്ടാവില്ല അനുമോളല്ലാതെ. ഇത്രയും പ്രതിസന്ധികൾ സംഭവങ്ങളിലൂടെയാണ് അനുമോള് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അനുമോൾ സ്ട്രോങ് ആണെന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇത് എന്തൊക്കെ ഉണ്ടായാലും ആള് അതിനെ റിക്കവർ ചെയ്ത് തിരിച്ചു വന്ന് സാധാരണ പോലെ പയറുമണി പോലെ നിൽക്കും. അതാണ് ഒരു പ്രശ്നം ഒരു വിഷയമില്ല. അതായത് ഇത് ഇങ്ങനത്തെ ഒരു സംഭവം, ഇന്നലത്തെ സംഭവം ആളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് ഏത് രീതിയിലാകും എന്നുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടാണ്. പക്ഷെ എന്നാ പോലും അതിനുശേഷം ആള് വന്ന് നിൽക്കുന്നതും ഇപ്പൊ അതിനുശേഷം അനീഷിനെ വിളിക്കാൻ പോകുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടി. പല തവണ നോക്കണ്ടേ, അനീഷ് ജന്മം ചെയ്ത് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുകയാണ്. അത് അനീഷാണെങ്കിലോ, അനീഷിന്റെ വിചാരം ഈ മറ്റേ 5 രൂപയുടെ മുട്ടായി മേടിച്ചിട്ട് നമ്മൾ കൊടുക്കാതെ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മാറിക്കൂലേ, എനിക്ക് വേണ്ട ഇനി ഞാൻ വരൂല എന്നൊക്കെ പറയൂലേ, അതേപോലെ. വളരെ മോശം, എന്തൊരു മോശം ക്യാരക്ടറാണ് അത്. ഇനി ഇതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാന് അനീഷിന്റെ ഫാൻസിന് ഒരൊറ്റ മാർഗമുള്ളൂ, ഗെയിമാണ്. വാട്ട് എ മൈൻഡ് ഗെയിം. എന്താണെങ്കിലും നല്ല മൈൻഡ് ഗെയിം. അത് ഇതിനുശേഷം ആദിലെ നൂറെ ഇരിക്കുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട്, ഇനിയിപ്പം അനീഷേട്ടൻ വിചാരിച്ചു കാണോ എന്നോട് വന്നിട്ട് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് പറഞ്ഞപ്പോ തന്നെ ആ ചേട്ടാ ചെയ്യാം എന്ന് വിചാരിച്ചു കാണോ അങ്ങേരെന്ന്. അതായത് കാരണം മൂപ്പറ പെരുമാറ്റമൊക്കെ അങ്ങനെയാണ്. ആള് അനുമോൾ ഇപ്പൊ യെസ് അനീഷേട്ടാ നമുക്ക് നാളെ തന്നെ കെട്ടാമെന്ന് പറയുന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ആള് പോയിട്ട് പറയാൻ പോയത്. അതായിരുന്നു മറുപടി ആള് പ്രതീക്ഷിച്ചത്. അതിനപ്പുറത്തേക്ക് വേറെ മറുപടി ഉണ്ടാവുന്ന ആള് കരുതിയിട്ടാണ്. അതാണ് അതുകൊണ്ടാണ് ആ രീതിയിലുള്ള പ്രതികരണം വന്നത്. പിന്നെ ആള് തിരിച്ചെടുത്ത് ഇനി അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ആവും എന്നുള്ള ചിന്തയിലായിരുന്നു. ഗെയിമിലേക്ക് തിരിച്ചു വരാൻ അതിന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് വെച്ച് പിടിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ വേറെ മാർഗമൊന്നുമില്ല. അളിഞ്ഞിക്കണ് നിങ്ങളുടെ രാജാവ്. പക്ഷെ ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും അതിന്റെ ഇടയിൽ കൂടി പ്രോട്ടീൻ കൂട്ടം വന്നു, എന്റെ മുട്ട കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊരു മനുഷ്യനാണോ. അതായത് ആളുടെ മുട്ട 2 മുട്ട കാണാനില്ല, ആളുടെ മുട്ട എടുത്ത ആള് വിന്നർ ആവാൻ യോഗ്യനല്ല എന്നാണ് ആളുടെ. എന്റെ മറ്റേ അതൊക്കെ കേൾക്കുക. ഈ അതായത് അക്ബറും സാബുമാനും കൂടി ഇരുന്നിട്ടാ പ്രോട്ടീൻമാനും കൂടി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. സംസാരിച്ചിട്ട് അപ്പൊ അക്ബർ പറയണ്ടേ ഞാൻ എടുത്തിട്ടില്ല, നെവിനും എടുത്തിട്ടില്ല, അല്ല നെവിനോ
അവര് 3 പേരും ആയിരിക്കും എന്നൊക്കെയാണ് ഇവര് തമ്മിൽ ചർച്ച ചെയ്യുന്നത്. അതിലാണ് ആള് പറയുന്നത് ഇവരൊന്നും ജയിക്കാൻ ഒരു അർഹതയില്ല. അതിൽ അക്ബറേ ഞാനും ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കട്ടെടുത്തായിരുന്നു, ഞാനും ജയിക്കാൻ അർഹതയില്ല എന്നാണോ നീ പറയുന്നത്? ശരിക്കും വേറെ ആളെന്ന് പറയണേ, എടാ ഞാൻ നിന്റെ മുട്ട ഇതുവരെ തൊടാൻ പോലും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അർഹനാണോ എന്ന് ചോദിക്കണായിരുന്നു. എന്താലേ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ. ഏതാണെങ്കിലും അതിനുശേഷം ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു. ക്യാപ്റ്റൻസി സാബുമാൻ ഇന്നലെ മൊത്തത്തില് ഡൗൺ ആണ്. ഇന്നലെ മൊത്തത്തില് എക്സ്പോസ് ആയിക്കണ്. അതിന് പറയാണ്ട് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പദവി ഇല്ല ഇനി അടുത്ത വീക്കില്. അപ്പൊ എന്നാൽ പോലും കഴിഞ്ഞ വീക്കിലെ ഏറ്റവും നല്ല പ്ലെയർ ആയത്, നല്ല ബെസ്റ്റ് പെർഫോമർ ആരാന്നുള്ളത് വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. നെവിനെയാണ് കേട്ടോ എല്ലാരും കൂടി തെരഞ്ഞെടുത്തത്. അതൊരു സത്യമായിരുന്നു. കഴിഞ്ഞ മുന്നത്തെ ആഴ്ച യജാതി നെഗറ്റീവ് ആയിരുന്നു ആളുണ്ടാക്കിയത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. തിരിച്ച് അയാള് സ്വന്തം മറ്റേ എന്താ പറയാ കസേര തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറയില്ല, അതേപോലെ സിംഹാസനം അതേപോലെ അത്ര സാമ്രാജ്യം ആള് തിരിച്ചെടുത്തു. സത്യമായിട്ട് പറയാ, ഇങ്ങനെ കംബാക്ക് ഞങ്ങള് ഒരിക്കലും ഒരു സീസണിൽ ആരൊന്നും കണ്ടിട്ടില്ല. അതുമല്ല, ഒന്നാമത് പ്രത്യേകിച്ച് നെവിന്റെ ഭാഗത്തുനിന്ന്, അതായത് ആ വീക്കിൽ ചെയ്തു കൂട്ടിയതും ആളുടെ ഒരു ആളുടെ ഒരു എന്താ പറയാ ഒരു രൂപവും ആളുടെ ഒരു സംസാര ശൈലിയും ആ സാധനം ഒന്നും മാറൂല എന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതായത് ആള് കാണിച്ചുകൊണ്ടിരുന്ന കുറെ സംഭവങ്ങളുണ്ട് ഈ ഓരോ സമയങ്ങളില്, അതായത് ദേഷ്യപ്പെടുന്ന സമയത്തും, അതായത് നമുക്ക് തന്നെ പെട്ടെന്ന് തോന്നും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. എക്സ്പ്രഷനൊക്കെ ഭയങ്കര മോശമായിരുന്നു. അതിൽ നിന്നൊക്കെയായിട്ട് മാറിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നെയിം ഉണ്ടല്ലോ, അതിലേക്ക് മാറി ഒറ്റ. ആൾക്ക് എന്താണെന്നറിയോ, ആള് തന്നെ പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റൻസിക്ക് കിട്ടി, ഇവരുടെ 3 പേരുടെ കൂടെ കൂടിയതിനു ശേഷം കുറച്ച് അഹങ്കാരം കയറിപ്പോയതാണ്, തെറ്റ് പറ്റിയെന്ന് ആള് തിരിച്ചറിഞ്ഞിട്ട് ഷാനവാസ് പറയുന്ന മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് അങ്ങ് നിന്ന് മുന്നിൽ. കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ ഷാനവാസ് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് തെറ്റ് ഏറ്റു പറയാന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. അത് നെവിനെ നോക്കി തന്നെ പറഞ്ഞു. നെവിൻ പറയാണ്, ഞാനന്ന് അഹങ്കരിച്ചത് തന്നെയാണ്, എനിക്കത് അഹങ്കാരം തലക്കി പിടിച്ചാന്ന് പറഞ്ഞ സമയത്ത് ഷാനവാസ് പറഞ്ഞ സാധനം അത് ഇത്രേ ഉള്ളൂ. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. ആരിന്റെ കൂടെയും അക്ബറിന്റെ കൂടെ കൂടിയ പുറത്തെത്തിയെല്ലാവരും ഇപ്പോഴും നാറ്റിച്ചോണ്ടിരിക്കുകയാണ്. സത്യം. ആരെങ്കിലും ഇപ്പൊ ഇന്നിപ്പോ ഒരാൾ പുറത്തു പോകും, എന്നിട്ട് ആ കൂട്ടത്തിലേക്ക് ചേരുന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള അതാണ്. അപ്പൊ ചാണകം മണത്തോണ്ടിരിക്കും. അതെ. എന്താണെങ്കിലും അതിനുശേഷം ജയിൽ നോമിനേഷൻ ആയിരുന്നു. നൂറേനെ സാബുമാനെ വലിച്ചു കീറിയിട്ട് ദൈവമേ, ശരിക്കും എക്സ്പോസ് ആയിട്ടു. അനുമോള് 3/4 മണിക്കൂറാണ് ആളെ ഇത് നോമിനേറ്റ് ചെയ്ത്. ഷാനവാസ് പിന്നീട് ഇരുന്നിട്ട് അനുമോളോട്, എടി നിന്നോട് എന്താടി സാബുമാൻ ചെയ്തേ, ആ ചെറുക്കനെ ഇരിക്കണ ഇരുത്ത് നോക്കി കടന്നു പോയി. എന്നിട്ട് സാബുമാൻ എന്നിട്ട് പറയണേ, നീ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഇങ്ങനെ ഇരുന്ന സാബുമാൻ ഇങ്ങനെ കഴിഞ്ഞെന്നുള്ള അവസ്ഥയിലെത്തി. ആ ലെവലിലായിരുന്നു. നീ വേണ്ട, ആളില്ല, നീ എന്ന ആളല്ലേ, ആളില്ല തിന്നാനും ആളില്ല. അങ്ങനെ മാത്രല്ല ഇവര് മൊത്തം മരുന്ന് അടിച്ച് നമ്മുടെ എന്നിട്ട് നമ്മൾ അത് തിന്നണം. നല്ല മീൻ കൊണ്ടുപോകാം നമ്മൾ. അതിന് മീൻ പിടിക്കാൻ ആൾ പോണം. എന്നാലേ വന്നു തുടങ്ങിയല്ലേ. വലിയ കുഴപ്പമില്ലാത്ത വരുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇങ്ങേര് ലോകൂടായിപ്പാ ഈ വരുന്ന ആള്. ഇതിന് മുമ്പ് വേറെ ആള് വരും, മൂപ്പര് നമ്മളെ നമുക്ക് വേണ്ടി, അതായത് മോശമാണെങ്കിൽ മോശം എന്ന് പറയും, നിങ്ങൾ വാങ്ങണ്ട എന്ന് പറയും. ഇത് ലാസ്റ്റ് എവിടെയും കൊണ്ടുപോയി വിറ്റ് തീരാത്താവുമ്പോ എന്നിട്ട് നമ്മളെ നോക്കിയിട്ട് ഇതേപോലെ അനീഷിന്റെ പോലെ നമുക്ക് അല്ലേ മീൻ വാങ്ങേണ്ടത്, നമ്മള് പൈസ കൊടുത്ത് നമ്മള് തിന്നാൻ വാങ്ങുന്നതാ, എന്നിട്ട് കുഴിച്ചിടാനല്ലോ. അല്ല, അതിലേക്ക് കേട്ടോ സംഗതി എത്തുന്നുണ്ട്. അപ്പൊ മീൻകാരൻ നമ്മോട് ദേഷ്യം തോന്നിയ എന്തിനാ? അനീഷിന്റെ അതേപോലെ മനസ്സിലായോ? ഇത് തീരുമാനിക്കേണ്ട 2 ആൾക്കാരാണ്. അതായത് വീട്ടുകാരും മീൻകാരനും തീരുമാനിക്കേണ്ട സാധനം. കൊടുക്കണോ വേണമെന്നുള്ളത് മീൻകാരൻ തീരുമാനിക്കും, വാങ്ങണോ വേണ്ടെന്നുള്ളത് വീട്ടുകാരൻ തീരുമാനിക്കും. ഇത് കൊടുക്കാൻ നീട്ടി, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞപ്പോ മീൻകാരന് ദേഷ്യം. എന്തൊരു കഷ്ടം. അതേപോലെയാണ് അനീഷിന്റെ അവസ്ഥ. എന്തായാലും ജയിലിലേക്ക് 2 പേരെയും പറഞ്ഞു വിട്ടു. അതിനുശേഷം പറഞ്ഞു വിട്ടില്ല, ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. അതിനുശേഷം അതിന് മുന്നേ അനീഷ് നോമിനേറ്റ് ചെയ്ത് ആരെയെന്നറിയോ? അനുമോൾ.
എന്താണെങ്കിലും പറയല്ലേ രാവിലെ ഇരുന്ന് ഓരോരുത്തരെ എങ്ങനെ അതന്നെ എങ്ങനെ സേഫ് ആവുക. എന്തായാലും അനീഷ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അനീഷിന്റെ ഉള്ളിൽ എന്താണോ ഒരാളോട് ദേഷ്യമുള്ളത് അത് അനീഷ് നോമിനേഷന്റെ സമയത്ത് അവിടെ തീർക്കും. നോമിനേഷന്റെ കുറച്ച് മുമ്പ് എന്താണ് നടന്നത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ആള് നോമിനേറ്റ് ചെയ്യുക. അത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ആള് പെരുമാറുന്നത്. അത് എല്ലാ വീക്കെൻഡിലും അങ്ങനെ തന്നെയാണ്, മാത്രമൊന്നുമല്ല. അതെ, ഇതിപ്പോ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് പറയാണ് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വേറെ റിവ്യൂ എടുക്കുക. അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അനീഷ് അക്ബറിനെ ഒരു സമയത്ത് പറഞ്ഞതും, അതായത് നെവിന്റെ സംഭവം പൊളിച്ചടിക്കില്ലേ ഷാനവാസിനെ പറഞ്ഞതും, അങ്ങനെ സമയങ്ങളിൽ കുറെ ഉണ്ട്. എല്ലാം ആ സമയത്ത് ആൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ, ആൾക്കെതിരെ എന്തെങ്കിലും ചെയ്തോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ചെയ്യുക. അവിടെ ഗെയിമിന്റെ മൊത്തം പരിപാടി എടുത്തിട്ടല്ല. ഇപ്പോ ഏറ്റവും നല്ല ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അനുമോള് തെരഞ്ഞെടുത്തത് അനീഷിന്റെ പേരാണ്. അപ്പൊ അനീഷ് ഉണ്ട് ഇങ്ങനെ കടുന്നല് കുത്തിയ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അല്ല, അനീഷ് ഇന്നലെ മൊത്തം അത് തന്നെ അവസ്ഥ. പക്ഷെ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഒന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പ്രശ്നം, എന്താണ് രാവിലെ മുതല് അത് ആദിലയും നൂറയൊക്കെ ചോദിക്കുന്നുണ്ട്. ആദിലയുടെ കൂടെയും ഷാനവാസിന്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോ ആള് വളരെ കൂളാണ്. ഭയങ്കര ആ സമയത്ത് അതിലേക്ക് അനുമോൾ എത്തിയാൽ മാത്രമേ ആള് സീരിയസ് ആക്കിയിട്ടുള്ള ഒരു ഇതിലേക്ക് പിടിക്കുന്നു. പക്ഷെ ഇന്നലെ അനുമോൾ ഇരിക്കുമ്പോഴും ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തെ ഇവര് ചോദിക്കും, അത് അനുമോൾ പിന്നെ ഒന്നാണ് മനസ്സിന്റെ പ്രശ്നമല്ലേ, മനസ്സിന്റെ വിഷയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് മറ്റേ ഷാനവാസ് പറഞ്ഞ കുറച്ച് സാധനം, അതായത് ഇന്നലെ രാത്രി 50 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷം പോയി 43 ലക്ഷം ഉള്ളൂ എന്ന് കണ്ടപ്പം മുതല് തുടങ്ങിയതാണ്, ഇവന്റെ ഉറക്കം പോയതാണ് അനീഷിന്റെ. അതേപോലെ പറയുന്നുണ്ട്, ആ സമയങ്ങളിലൊന്നും ഷാനവാസ് കാര്യങ്ങൾ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതേപോലെ പറയുന്നുണ്ട്, ഇവന് വെയിൽ ഉദിക്കുന്നോടം വരെ പ്രശ്നമുള്ളൂ, അനീഷിന് വെയിൽ ഉദിക്കുന്നോടം വരെയാണ് പ്രശ്നം. വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നെവിന് പ്രശ്നം തുടങ്ങുന്നു. എന്റെ മോൻ സാധനം ഇന്നലെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ളതാ, ഒരു രക്ഷയില്ലാത്ത കൗണ്ടർ. അതായത് കാറിൽ പോയിട്ട് പൈസ എടുത്തോണ്ടില്ലേ, അപ്പൊ അതില് രാത്രിയുള്ള സാധനം കേട്ടോ. അപ്പൊ അനുമോട് സംസാരിച്ചോണ്ടിരിക്കുക, അത് രാത്രി തന്നെ അല്ലേ, വൈകുന്നേരം ഏതോ സമയത്താ. അപ്പൊ ഷാനവാസ് പറയാണ്, സംഭവം ബോസ് അല്ലേ, ഏവിന്റെ പണിയല്ലേ, ഫുള്ള് വെച്ചിട്ടുണ്ടാവില്ല, ആകെ നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് സാധനം വെച്ചിട്ടുണ്ടാവുള്ളൂ, 4 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എടുത്തേക്ക് ബിഗ് ബോസ് ഷാനവാസ് കേൾക്കുന്നുണ്ട്. ഷാനവാസ് ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ, ഫുൾ വൈബ്. ഇന്നലെ വൻ വൈബായിരുന്നു, കിട്ടില്ല. അത് മിഞ്ഞാന്ന് തുടങ്ങിയിരിക്കണ പോയാണ്ടല്ലോ, രക്ഷ ഉണ്ടാവില്ല. ആളത്രയും ഹാപ്പി ആയിട്ടുണ്ട്. അതായത് അങ്ങനത്തെ ഒരു ഇതിലാണ് ആള് നിൽക്കുന്നത്, റെഡിയായി. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ കാണാം, അതായത് പ്രൊപ്പോസലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാത്റൂം ഏരിയയില് ഷാനവാസ് അനുമോളെ പിടിച്ചിട്ട് പറയാണ്, എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാണ്ട്, വലിയ കാര്യങ്ങളാണെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ അനുമോളുടെ വിചാരം അനീഷിന്റെ വിഷയമാണോ. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതും അവിടെയുള്ള കുറച്ച് ഫ്രെയിംസും ഒക്കെ ഗംഭീര രക്ഷയില്ല. പൂക്കളിൽ നിന്ന് സജഷൻ കൊടുത്ത് അതുമോളെ ആ മഞ്ഞ സെറ്റിയിലിരിക്കുന്ന സമയത്ത് അതിന്റെ പുറത്തുണ്ട് മറ്റേ ഫ്ലവർ പോലത്തെ ഒരു ഇത് ലൈറ്റുകളാണ്, മറ്റേ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ. അതിൽ നിന്നൊരു ഷോട്ട്, എന്താ സാധനം നിലത്തെ. ശരിക്കും അനുമോളുടെ സൗന്ദര്യമൊക്കെ മൊത്തത്തിൽ ആവാഹിച്ചെടുത്തോ, എന്തോ ഒരു, അതായത് എക്സ്പ്രഷൻസും ഇതൊക്കെ മൊത്തം അങ്ങോട്ട് ഊറ്റിയെടുത്തു ബിഗ് ബോസ്. അമ്മാതിരി എപ്പിസോഡാണല്ലേ. ഷാനവാസും ആദിലയും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലുള്ള ആളുടെ കൗണ്ടറുകൾ, ഇതൊക്കെ ലൈവ് ഇങ്ങനെ കാണട്ടോ. അതൊക്കെ എമ്മാതിരി സാധനങ്ങളാണ്. അനുമോള് ഇരിക്കുമ്പോ അനീഷ് എണീറ്റ് പോകുന്നതും, അതിനുശേഷം ആൾക്ക് തോന്നുന്ന സംശയങ്ങളും, ശേഷം അതിന്റെ ഓരോ കാരണങ്ങൾ ഇതാണോ എന്നുള്ളത് ആരായുന്നതും, ശേഷം അതായത് മറ്റൊരു കള്ളം ഇതിന് പകരം പറഞ്ഞു കൊടുക്കുക, അതിന് കാരണമായിട്ടുള്ളത് വേറെന്തോ ആണ് എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു, അനുമോള് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ആള് പറയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദിലയുടെ മുഖത്ത് നിന്ന് കള്ളമാണെന്ന് തോന്നൂല, അപ്പൊ നിങ്ങൾ പറയുന്ന കള്ളാണ്. അത് ആൾക്ക് ഭയങ്കര മെച്യൂരിറ്റി. എങ്ങനെയെന്നറിയോ, ഈ ജീവിതത്തിലുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ആൾ ഇങ്ങനെ പെരുമാറി എന്നുള്ളത്, അങ്ങനെ കാര്യങ്ങൾക്ക് ഭയങ്കര മെച്യൂരിറ്റിയും ഭയങ്കര അതിബുദ്ധിമാനുമാണ്. എന്നാൽ ഗെയിം രീതിയിൽ, അതായത് ബിഗ് ബോസിന്റെ കളി, ആ രീതിയിൽ ആൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാവണമെന്നോ അങ്ങനെയുള്ളൊരു മെച്ചൂരിറ്റി ഒന്നുമില്ല. സംഭവം അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അതാണ് അത്. എന്താണെങ്കിലും അതിലേക്ക് വരാട്ടോ, അതിന്റെ സംഭവങ്ങൾ കുറെ ഉണ്ട് പറയാം ആ സമയത്തുള്ള. എന്നാലും ഇതിനു ശേഷം ആദിലയും അനുമോളും ബാത്റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അത് ആ സമയത്ത് വീണ്ടും
മറ്റേ അനുമോളോട് ആദില ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ അനീഷിന്റെ കാര്യം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞെന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഇതാണ് അതല്ല എത്രയോ മുന്നേ ഇത് പറഞ്ഞു തീർത്ത സാധനം. പിന്നെ ഉള്ളിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ വിഷം പിന്നെ തികട്ടി വരുവാന്ന് പറയും. ആ സംഭവം തന്നെ എന്താണെങ്കിലും പിന്നീട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിനുശേഷം ആദിലയും നെവിനും കൂടി അക്ബറിന്റെ അടുത്ത് അനുമോളുമായിട്ട് സംസാരിപ്പിച്ച് അവരെ തമ്മിൽ കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് അവിടെ രസമുണ്ട്. അതായത് റാപ്പിന്റെ പരിപാടിയിലാണ് അക്ബർ. അവിടെ ബീൻ ബാഗ് അല്ല സോഫയിലാണ്, നമ്മളത് ബീൻ ബാഗ് എന്ന് പറയുന്നുള്ളൂ, വീട്ടിലായതുകൊണ്ട് ആള് ആ സോഫയിൽ ഇരുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നടക്കുന്നത് വമ്പൻ ലവ് ട്രാക്കാ. ആള് ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ആളുടെ ഈ സോങ് മൊത്തം, അതായത് അക്ബറിനെ ആ സമയത്ത് കാണിക്കുമ്പോ അക്ബർ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, സംഭവം സൗണ്ട് ഇല്ല, മ്യൂട്ട് ചെയ്തിരിക്കണം ബിഗ് ബോസ്. അപ്പൊ ഈ സീനിന്റെ ഇത് ഇതിലേക്ക് വരാം. അപ്പൊ അനുമോള് ആളുടെ ഭാഗത്ത് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ആള് പോകുന്നുള്ള ചിന്തയാണ് ആൾക്ക്, അനുമോൾക്ക്. അടുത്ത ആഴ്ചയിൽ ഞാൻ ഉടൻ പോകും, അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തന്നെ തീർക്കാന്നുള്ള ചിന്തയില്ല. അപ്പോൾ അക്ബറിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം, അങ്ങനെ സംഭവിച്ചു പോയി, അതിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. അപ്പോൾ ഞാനേ ഒരു റാപ്പ് നിനക്കവരെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, നീ അതിന്റെ ഇടയ്ക്ക് വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടാൻ പറ്റൂല. അയോള് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പാടിക്കോ, ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യും എന്നുള്ള രീതിയിൽ. അത് അനുമോളെ ബുദ്ധിയാണ്. അനുമോള് എന്നെ കുറിച്ചെല്ലാം പാടുക, അതെ ആലോചിച്ചോക്ക്. ഇപ്പൊ ഞാൻ നിന്നെ കുറിച്ച് റാപ്പ് ഉണ്ടാക്കുന്നു, നീ അവിടെ താരല്ലേ, സബ്ജക്ട് നീയാ, അതല്ല മനസ്സിലാക്കണ്ട. പിന്നെ വിചാരം അതൊരു കളിയാക്കുന്ന സാധനമാണുള്ളത്. അത് കളിയാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നും. അവിടെ അതിന്റെ അപ്പുറത്ത് അവിടെ ആളാണ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അത് അക്ബറും അനുമോളുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്തു കേട്ടോ. അതിനുശേഷം രാത്രി അനുമോളും അനീഷ് ഊഞ്ഞാലിരിക്കുന്ന സമയത്ത് അനുമോൾ അങ്ങോട്ട് ചെല്ലും. അനുമോൾ അങ്ങോട്ട് ചെന്നിട്ട് ഇരുന്ന് അനീഷേട്ടാ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എണീറ്റ് പോകും. അത് പലതവണ എടാ ഒരു മനുഷ്യൻ അതിനകത്ത് ആര് തെറ്റ് ചെയ്തിട്ട് ഇയാള് അനുമോളെന്തെങ്കിലും തെറ്റ് ചെയ്തു, അനുമോളെന്തും ഇഷ്ടമായിരുന്നു എന്ന് പറയണായിരുന്നോ? നമുക്ക് എപ്പോഴും തോന്നാറ് അത് അവരുടെ ഉള്ളിൽ തോന്നേണ്ട കാര്യമാണ്. അതിന് അവരോട് വാശി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാതിരുന്നിട്ടോ എന്ത് കാര്യമുള്ളത്? അതെന്ത് സ്നേഹ? അതാണോ സ്നേഹം? അതാണോ സ്നേഹം? അതവിടെ ഇരിക്കട്ടെ. അപ്പുറത്ത് ഷാനവാസ് തിരിച്ചറിഞ്ഞ സമയമുണ്ട്, സമയത്ത് എന്തോ സംഭവം നടക്കുന്നുണ്ടല്ലോ. അതായത് എണീറ്റ് പോകണൊക്കെ അപ്പുറത്ത് കാണുമ്പോഴാണ് പറയുന്നത്. ഇത് പറഞ്ഞു കൊടുത്തു, വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു. ആദില പറഞ്ഞു കൊടുത്ത്, ആദിലയോട് അനുമോള് ഈ കാര്യം ആദ്യം പറയുമ്പോ നീ എന്തായാലും പ്രോമിസ് ചെയ്യും, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ ആദില. പിന്നെ ആ ലെവലിലേക്ക് അവിടുത്തെ അന്തരീക്ഷം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ട് ഫണ്ണായിട്ട് പറഞ്ഞതാ. അല്ല അങ്ങനെ വാക്ക് കൊടുത്തിരുന്ന ആളാണ്. എന്നിട്ട് പറഞ്ഞ് ഷാനവാസ് ഖാനോട് പറഞ്ഞു വരും. ഷാനവാസ് എന്ത് ചെയ്ത് ഇത് പ്രതികരിക്കുന്ന രീതി ഉണ്ട്. അതെ, അതിന് മുന്നേ ഒരു സാധനമുണ്ട്. അതായത് ഇവര് നുണ പറഞ്ഞു. അതായത് മറ്റേ അനാറ് പീസ് അനാറ് പൊളിച്ചപ്പോ കൊടുക്കാത്തതിന്റെ പേരിലാണ് അനീഷ് പിണങ്ങി നടക്കുന്നത് പറഞ്ഞത്. അതിലാണ് മറ്റേ സാധനം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഉള്ള മുഖത്തുനിന്ന് ഞാനത് കള്ളാണെന്ന് മനസ്സിലാക്കൂലല്ലോ എന്നുള്ളത് പറയുന്നത്. അതിനുശേഷമാണ് രണ്ടും എല്ലാം തുറന്നു പറയുന്നത്. കാര്യങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആദ്യം തന്നെ ഇത് കേട്ടപ്പോ തന്നെ പറഞ്ഞ അതിലിപ്പോ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള സാധനമാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അത് സൗഹൃദത്തിന്റെ ഒരു പീക്ക് സാധനമാണ്. പിന്നെ മറ്റൊന്ന് ആണെന്നും ആണാണെന്നുള്ള ഇതിന്റെ തെളിവാണത്. അല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയട്ടെ, അവിടെ അത് പറയുന്നതിന് ഒരു തെറ്റുമില്ല. അതെ, അവർക്ക് ഇഷ്ടമുണ്ടായ എനിക്കിപ്പോ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അവിടെ പറയുന്നതിന് എന്ത് തെറ്റാണുള്ളത്? അതും തെറ്റില്ല. പക്ഷെ അവിടുന്ന് പിന്നീടുള്ള പെരുമാറ്റം കൊണ്ടാണ് തെറ്റായിട്ട് മാറുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യം നടന്നു കഴിഞ്ഞു, അതിനുശേഷം ഇങ്ങനത്തെ പെരുമാറ്റമാണ് പ്രശ്നം. അതായത് മറ്റേ ഷാനവാസ് ഒരു സമയത്ത് ഒരു സാധനം പറയുന്നുണ്ട്, നീ ഇപ്പോ സാധാരണ അനുമോളല്ല, ബിഗ് ബോസിലൊക്കെ വന്ന് ഇത്രയും ദിവസം നിന്ന ഒരാളാണ്, കുറച്ചും കൂടി ഫേമസ് ആയ ആളാണ്, പിന്നെ മൊത്തത്തില് ഒരു വേറെ ലെവലിൽ നിൽക്കുന്നു. അപ്പൊ ഇവന് ഇനി നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ കൂടും. അപ്പൊ ഇവൻ അതിനു മുൻപേ ലോക്ക് ചെയ്തു. അതെ, ഇതിനെക്കാട്ടിലും കിട്ടുന്ന ഒരു സംഭവം ഉണ്ട്. എന്താ അറിയോ, ആദില അനു ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആദിലുണ്ട്, അപ്പുറത്ത് ഷാനവാസ് ഇരിക്കുന്നുണ്ട്. ഷാനവാസിനോട് ആദില ചോദിക്കാണ്, നിങ്ങളോട് അനീഷറിന്റെ ലവ് സ്റ്റോറിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്നാ ഇവളോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരൊറ്റ പോകാം പോയിട്ട് എണീറ്റിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. പിന്നെ വേറെ സാധനം, എന്റെ മിത്രത്തിന് എന്റെ മിത്രത്തിന് എന്ത് പറ്റി? ആ സമയത്ത് ബിഗ് ബോസ് എന്ത് ചെയ്ത്, അനീഷ സമയത്ത് എവിടെയാണെന്നറിയോ, ജയിലിന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുക. ഈ ചോദ്യം വന്നതിന് ശേഷം അവിടെ ഷോട്ട് എന്താണെന്നറിയോ, ആള് കടന്ന് കുത്തി മറിയ, ഇങ്ങനെ കടന്ന് ഉരുളുന്ന സാധനം.
അപ്പൊ ഇപ്പൊ ബിഗ് ബോസിനുള്ളിൽ അനീഷ് ഉരുണ്ടോണ്ടിരിക്കുകയാണ്, വീണോടുത്ത് കടന്ന് ഉരുണ്ടോണ്ടിരിക്കുകയാണെന്നാണ് ആര് കാണിക്കുന്നത്, ബിഗ് ബോസ് കാണിക്കുന്നത്. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മള് പറഞ്ഞത് തുടക്കത്തില് ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡ് അർത്ഥവത്തായ സാധനങ്ങളാണെന്ന്. പിന്നെ അതായത് എന്റെ മിത്രം കൈവിട്ടു പോയി. പിന്നീട് ഇവർ രണ്ടുപേരും മൈജി കോർണറിന്റെ അവിടെ നിന്ന് സംസാരിക്കാണ്, അതായത് ഷാനവാസും അനുമോളും. ഈ സമയത്താണ് മറ്റേതൊക്കെ പറഞ്ഞത്. അതിലാണ് അതില് അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എടി അവൻ കോമഡി സിനിമയ്ക്ക് പോയിട്ട് കോമഡി കണ്ടിട്ട് പോലും ചിരിക്കാത്ത ആളാണെന്നാണ് പറഞ്ഞത്. അത് ഷാനവാസിനോട് അനീഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് കോമഡി സിനിമക്ക് പോയപ്പോൾ ഞാൻ ചിരിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരാളോട് നമ്മൾ കോമഡി ആക്കി കഴിഞ്ഞാൽ മൂപ്പര് ചിരിക്കോ? ഇല്ല. അപ്പൊ മൂപ്പര് ചിരിച്ചിരുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ എന്ന് അനുമോള് പറയാണ്. അപ്പൊ പറയണേ അത് ചിരിച്ചതായിരുന്നില്ല, അതാള് എൻജോയ് ചെയ്യായിരുന്നു. അതായത് ആ മൊമെന്റ്സ്, ആളുടെ കുട്ടിക്കളിയും അനുമോളുടെ കുട്ടിക്കളിയും പ്രേമം പൂത്തിട്ടേ അതിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ ചിരിയായിരുന്നു സത്യം. കൃത്യമായിട്ടുള്ള വിലയിരുത്തലാട്ടോ, അതൊരു സത്യമായിട്ടും കറക്റ്റ് സാധനമാണ്. ഇത് മിത്തല്ല. പിന്നത് ആ ഉരുണ്ടില്ലേ ബിഗ് ബോസ് കാണിച്ച ഉരുളല്ലേ, അതും മിത്തല്ല. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ആള് എനിക്ക് തല കഴിച്ചു, എന്റെ മിത്രം കൈവിട്ടു പോയി. കാരണം സാധാരണ ഞാൻ അതിലെ നടന്നു പോകുമ്പോഴൊക്കെ ഷാനവാസ് ഇവിടെ വന്നിരിക്കൂ അങ്ങനെയൊക്കെ എന്നെ നിർബന്ധിച്ചിട്ട് സംസാരിക്കുന്ന ആളാ. ഇന്നത്തെ ദിവസം എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടേ ഇല്ല. അപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തോ പ്രശ്നം. എന്താണെങ്കിലും അതിനുശേഷം ജയിലിൽ നിന്ന് മോചിതമാക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാൾ വന്നായിരുന്നു. എല്ലാരും കൂടെ കൂടി നിന്നിട്ട് ജയിലിനുള്ളിൽ കയറിയിട്ട് എല്ലാരും കൂടി ഒരു ജയിൽ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അനീഷ് ചാവി കൈമാറി, അനീഷിന്റെ പേരിലുള്ള ജയിലില്. ഇന്നലത്തോടെ മറ്റൊരു സാധനം ഉണ്ടായിരുന്നേ, നെവിന്റെ സംഭവം പറഞ്ഞോണ്ട് പറയാം. അതായത് നെവിന് ഈ ആദില അനുമോള് ഈ സംഭവം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, രഹസ്യം പറഞ്ഞോണ്ടിരിക്കുക. ആ സമയത്ത് ഒരു സൈഡിൽ വന്ന് ഒളിഞ്ഞു അവിടെ ആരാ നിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിലങ്ങ് പേടിക്കും, അനുമോളും അങ്ങ് പേടിക്കും. അതിനുശേഷം നെവിന് എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞ് മാറി നിന്നിട്ട് ആളുടെ കാലാള് ആദ്യം കണ്ടു ആദില. അതിനുശേഷം പറയാണ്, മോനെ നെവിനെ നീ അവിടെ നിൽക്കുന്നത് കണ്ടു, ഇങ്ങ് പോരെ എന്ന് പറയാം. അപ്പോഴും അവിടെ തന്നെ നിൽക്കുക. അപ്പൊ ആദില, നിന്റെ വയറും കണ്ടു. അപ്പൊ നെവിൻ അത് നെവിന്റെ അടുത്ത് എപ്പോഴും വരുന്ന സാധന, അത് ഭയങ്കര രസമാണ്. അത് ഞാൻ എപ്പിസോഡിൽ അത് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ആ രീതിയിൽ തന്നെ ഇടാൻ പറ്റിയത്. അതായത് നിന്റെ വയറും കാണുന്നുണ്ട്. എന്റെ പൊന്നോ. ഇതിനു ശേഷം രാത്രി ആദിലേയും അക്ബർ ഊഞ്ഞാലിരിക്കുക. എന്നിട്ട് അക്ബർ പറയാണ്, അതായത് ഫൈനൽ 5നെ കുറിച്ചുള്ള സംസാരമാണ്. അക്ബർ പറയും, ഇവിടെ എല്ലാവരുടെയും വില്ലൻ ഞാനാണ്. അപ്പം ഒരു വില്ലനെങ്കിലും വേണ്ടേ ഫൈനൽ 5ലേക്ക്? അല്ല അതിന് വേണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതില് അക്ബർ അവിടെ നിന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങള് ഗ്യാങ്ങായി മാറൂലേ, ഗ്യാങ് ഒന്നാകെയാണല്ലോ ഫൈനൽ 5ൽ പോയി എന്ന് പറയാം. സാധാരണ ശരിക്കും ഒരു സിനിമയുടെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കഥയിലെ അപ്പുറം ഇപ്പുറം ഉള്ള വശമാണ്. അക്ബർ ഏത് രീതിയിലാണ് അക്ബറിന് ഭാഷയില്ലല്ലോ, ഒരു ആകെ വശമുള്ളത് പാട്ട് പാടാനുള്ള വശമാണ്. അതും പാരടിയും പിന്നെ റാപ്പും അങ്ങനത്തെ. പിന്നെ കുത്തിത്തിരിപ്പിനുള്ള നല്ല വശമുണ്ട്, അവന് നല്ല വശം. എന്തായാലും ഇതിനുശേഷം ഉള്ളതായിരുന്നു വൻ കോമഡി. അതായത് അതിലെ നൂറേയും അനുമോളും കൂടി ആ ലിവിംഗ് ഏരിയയിൽ കിടക്കുവാണ്. നമ്മൾ ഈ തറവാട്ടിലേക്ക് കസിൻസും എല്ലാവരും ഒരുമിച്ച് ഒരു വൈബ്. ഇവരുടെ ബന്ധം എത്രത്തോളം വളർന്നു തെളിവാട്ടത്. പിന്നെ നെവിനെ കൊണ്ട് വന്നിട്ട് എനിക്ക് ഇതിന്റെ നടുക്ക് കിടക്കണം എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ഇടയിലൊന്ന് കയറി കൊഞ്ചണം, എന്നിട്ട് നടുക്ക് കിടക്കണം എന്ന് പറഞ്ഞിട്ട് മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ. ആ ഒരു സംസാരമൊക്കെ ബെഡ്ഷീറ്റൊക്കെ വലിച്ചോണ്ട് മാറ്റി. എന്നിട്ട് അനുമോളുടെ ആദിലേന്റെ നടുക്ക്, ഞാൻ നിങ്ങളുടെ പിറക്കാതെ പോയ ഷുഗർ ഒന്ന് ചത്തുപോയി, എനിക്ക് നിങ്ങളുടെ ഇടയിൽ കിടന്നൊന്ന് കൊഞ്ചണം, എനിക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ടില്ല, നിങ്ങളൊന്ന് മാറിക്കിടന്നൊക്കെ കാണുമ്പോ നമ്മൾ അതിലേക്ക് പോയി പോകും. നമുക്ക് ഓർമ്മ വരുന്ന പെട്ടെന്ന് ഓർമ്മ വരാ ഇന്നസെന്റിന്റെ ആ ക്യാരക്ടറോടെ നമുക്ക് ഓർമ്മ വരാം. അതേപോലെ എന്നിട്ട് ബെഡ്ഷീറ്റ് അങ്ങ് എടുത്ത് മൂടി. അപ്പൊ ഷാനവാസ് അപ്പുറത്തുനിന്ന് ആ കൈകൾ അക്ബർ അതിനിടയ്ക്ക് പുറത്തുനിന്നിട്ട് ആ കൈകൾ രണ്ടും പുറത്തോട്ട് എടുത്തെടുത്തത്, കൈകൾ പുറത്താക്ക് മോനെ അവരും ചിരിക്കുകയാണ്, കാണുന്ന നമുക്കും ചിരി വരും. അത് ഗംഭീര കൗണ്ടർ, രക്ഷയില്ലായിരുന്നു. പിന്നെ നെവിന്റെ കൗണ്ടർ ഉണ്ട്.
എനിക്കെന്തായാലും ബിഗ് ബാങ്കിന്റെ മറ്റേ ടാസ്കിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ ഇതിലെങ്കിലും ഞാൻ പങ്കെടുക്കട്ടെ. പക്ഷെ വേറെ കാര്യമുണ്ട്, അക്ബർ ചെറിയൊരു സാധനം നെഗ് സാധനം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. നമ്മൾ പിന്നെ നല്ലൊരു കിടിലൻ സാധനം പറഞ്ഞത് കൊണ്ട് നമ്മൾ അതിനെ വലിയ ഇതാക്കുന്നില്ല, ജസ്റ്റ് പറയാം. അതായത് ആള് പറയാണ്, നെവിൻ ഇതിന്റെ ഇടയിൽ കയറി കിടക്കുന്നതും കാര്യങ്ങളും ഇത് കുടുംബ പ്രേക്ഷകർക്ക് പ്രശ്നം ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ എന്താണ് ആൾ ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് സംഭവം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അനുവിനെ കുറിച്ച് തന്നെ, അനുവാണല്ലോ ഇപ്പുറത്ത് നെവിനായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നെവിനട്ടും മറ്റൊരു രീതിയിൽ നെവിനെ ആണോ പറഞ്ഞതെന്നും ചിന്തിക്കാം. ഇപ്പുറത്ത് അനുമോളെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിന് പക്കാ തെളിവാണ് ആ സാധനം. എന്താണെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ ആദ്യം മുതലേ അനുമോളെ കളിയാക്കുന്നതാണല്ലോ ആ ഒരു സാധനം വെച്ച്. എന്താണെങ്കിൽ എപ്പിസോഡ് തൂക്കി ആരൊക്കെയാന്ന് ചോദിക്കണം. ഷാനവാസ്, നെവിന്, ഇവരാണ് സ്കോർ ചെയ്ത് കേട്ടോ. പിന്നെ സാബുമാൻ, പ്രോട്ടീൻ മാനാണ് മാത്രമാണ് നെഗറ്റീവ് ആയിട്ട് ഇന്നലെ പോയിട്ടുള്ളത്. ബാക്കി എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള ഫുള്ള്, അതായത് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. പിന്നെ അനീഷ് ഇഷ്ടപ്പെടാതില്ല, അനീഷിനെ ആ കാണിച്ച പക്ഷെ അതിന് മാത്രം നമുക്ക് പറയാം. അതായത് അതിനെ താങ്ങി നിർത്താൻ ബുദ്ധിമുട്ടാ. കാരണം ആ സംഭവം അങ്ങനെയാണ്. പിന്നെ ഒരു എത്തിക്സും ഇല്ലാതെ എന്തും വിളിച്ചു പറയുന്ന കുറെ മൊണ്ണകളുണ്ട് പുറത്ത്. അവര് നിന്നിട്ട് പറയും ഇന്ന കാര്യങ്ങളാണ്, ഇത് മാസ്റ്റർ മൈൻഡാണ്, ഇന്നതാണ് ഗെയിമിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു. അത് വേർതിരിച്ചു വിടും. അത് അങ്ങനെയൊക്കെ ഉള്ളൂ. എന്താണെങ്കിലും ഇന്നിപ്പോ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. പ്രമോ ഒരു രക്ഷയില്ലാത്ത പ്രമോ കേട്ടോ. ഇത് പോക്കിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ തീർന്നു. ഇത് മാസ്റ്റർ ഗെയിം ആണെന്നും ഇത് എന്താ ഇവന്റെ ഇന്ന സ്ട്രാറ്റജി ആയിരുന്നു പറഞ്ഞു നടക്കുന്നവരില്ലേ. അത് പ്രമോ വന്നപ്പോ കഴിഞ്ഞു. ആ പ്രമോ കഴിഞ്ഞ് വന്നതോടെ അതും കാരണം അവിടുന്ന് ഓപ്പൺ ആയിട്ട് പറയേണ്ട അവസ്ഥ വന്ന്. എന്താണെങ്കിലും നമുക്ക് എപ്പിസോഡൊക്കെ നോക്കാം. അപ്പൊ എന്തായാലും പോട്ടെ, ബൈ.